ചുമ്മാ ഫ്രഷ് ടു ഹോം ഒക്കെ ഒന്ന് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ കക്ക കിടപ്പുണ്ടായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, അന്നേരം തന്നെ കക്ക അങ്ങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എപ്പോഴും അങ്ങനെ ഫ്രഷ് ടു ഹോമിൽ കക്ക ഇറച്ചി ഒന്നും ഇവിടെ കിട്ടാറില്ല കേട്ടോ. ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ തോണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവരുടെ പാക്കിംഗ് ഒക്കെയാണ്, നല്ല പാക്കിംഗ് ആണ്. എന്നിട്ട് പിന്നെ അന്നേരം തന്നെ ഞാൻ കക്ക അങ്ങ് ക്ലീൻ ചെയ്യുമായിരുന്നേ. എന്നിട്ട് അതൊന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ കുറച്ച് നേരം വെക്കുന്നുണ്ടായിരുന്നേ. പിന്നെ കക്കയൊക്കെ കിട്ടിയോണ്ട് ഞാനിന്ന് നാട്ടിലരിയില്ലേ, ചുമന്നരി, അത് വെച്ചിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അരിയും കൂടെ അങ്ങ് അടുപ്പിലിടാൻ പോയായിരുന്നേ. എന്നിട്ട് ഞാൻ കക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കക്ക തോരൻ വെക്കാൻ ഇങ്ങനെ കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുവേ. എന്നിട്ട് പിന്നെ തോരൻ വെക്കാൻ വേണ്ടി കുരുമുളക്, പെരുംജീരക, ഏലക്ക എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുവേ. നേരത്തേക്ക് അവിടെ സവാള വാടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ മുമ്പേ അരച്ചു വെച്ച ആ തേങ്ങയുടെ അരപ്പില്ലേ അത് വിട്ട് അല്ലാതെ കുറച്ച് തേങ്ങ അരയ്ക്കാത്ത കുറച്ച് തേങ്ങയും കൂടെ ഞാനൊന്ന് ഇടുവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് പിന്നെ മുമ്പേ വേവിച്ച് വെച്ച് കക്കാർച്ചില്ലേ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് രസം ഉണ്ടാക്കാന്ന് വിചാരിച്ച്. എനിക്കാണ് കക്കാർച്ചിലൂടെ രസം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് രസം ഉണ്ടാക്കാൻ ഒട്ടും അറിയത്തില്ല കേട്ടോ. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ലേ. എനിക്കാണെങ്കിൽ രസം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ തമിഴ് ചേച്ചിയോടാണ് സാധാരണ പറയാറുള്ളത്. അന്നേരം ആ ചേച്ചി എനിക്ക് രസം ഉണ്ടാക്കി കൊടുത്ത് തരാറുണ്ട്. നേരത്തേക്ക് കക്കാർച്ചിയിൽ ആ തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ട് നല്ല സെറ്റായി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നേ. അന്നേരത്തേക്ക് അവിടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ചോറ് വേഗം കുറച്ച് താമസമാണല്ലോ, നാട്ടിലരിയായതുകൊണ്ടാണ് താമസിച്ചത്. അങ്ങനെ കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഉച്ചക്കലത്തേക്ക് നല്ല കക്കാത്തോരനും പിന്നെ ഇന്നലത്തെ കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതും പിന്നെ രസം അത്ര ശരിയാകത്തില്ല ഞാൻ എപ്പോൾ വെച്ചാലും കേട്ടോ. പിന്നെ രസം ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. അന്നേരം എൻ്റെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അന്നേരം ബൈ.